ശിവഗിരി മുത്തങ്ങ പോലീസ് അതിക്രമങ്ങളിൽ പഴി തനിക്ക് മാത്രമെന്നും തനിക്കുവേണ്ടി മറുപടി പറയാൻ ആരുമില്ലെന്നും AK ആന്റണി. ശിവഗിരി വെടിവെപ്പിന്റെയും മുത്തങ്ങ മാറാട് സംഭവങ്ങളുടെയും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് AK ആന്റണി ആവശ്യപ്പെട്ടു. അന്നുണ്ടായ സംഭവങ്ങളിൽ ആന്റണി വിശദീകരണവും നടത്തി. പോലീസ് അതിക്രമങ്ങളിൽ ഇന്നലെ നിയമസഭയിൽ നടന്ന ചർച്ചയിൽ ഭരണപക്ഷം പ്രതിപാദിച്ചത് AK ആന്റണി സർക്കാരിന്റെ കാലത്തെ സംഭവങ്ങളാണ്. പ്രതിപക്ഷത്തിന് മതിയായ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയാതെ വന്നതോടെയാണ് 85-കാരനായ AK ആന്റണിക്ക് നേരിട്ടിറങ്ങേണ്ടി വന്നത്. 21 വർഷം മുൻപ് കേരള രാഷ്ട്രീയം വിട്ടിട്ടും ഇപ്പോഴും തന്നെ വേട്ടയാടുന്നുവെന്ന് AK ആന്റണിയുടെ പരാതി. ശിവഗിരിയിൽ പോലീസ് നടപടി ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചുവെന്നും നടപ്പിലാക്കിയത് കോടതി ഉത്തരവെന്നും AK ആന്റണി. അധികാര കൈമാറ്റം നടത്താൻ തടസ്സനിൽക്കുന്നവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ 95 ഒക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിന് ഭരണമേൽപ്പിച്ചു. അതാണ് ശിവഗിരിയിലുണ്ടായ സംഭവം. അല്ല, ഒരു ദിവസം നാടകീയമായിട്ടുണ്ടായതല്ല, ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. മുത്തങ്ങയിൽ വന്യമൃഗ സങ്കേതത്തിൽ കയറി കുടിൽ കെട്ടിയ ആദിവാസികളെ ഇറക്കിവിട്ടെങ്കിൽ അതിന് കാരണമുണ്ട്. താൻ ചെയ്തത് തെറ്റെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റ് പിന്നീട് അവിടെ ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നും AK ആന്റണിയുടെ ചോദ്യം. ഞാൻ 2004 കേരള മുഖ്യമന്ത്രി സ്ഥാനം കൈവരിച്ചല്ലോ. 21 വർഷമായല്ലോ. ഈ 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഗവൺമെന്റ് മുത്തങ്ങയിൽ എൻ്റെ ഗവൺമെന്റ് ആദിവാസികളെ ഇറക്കിയത് തെറ്റാണെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റ് അവിടെ വീണ്ടും ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശിവഗിരി മുത്തങ്ങ മാറാട് സംഭവങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് തന്റെ അവസാന വാർത്താ സമ്മേളനമല്ല, ഇപ്പോൾ ആക്റ്റീവല്ല, റിട്ടയേർഡുമല്ലെന്നും AK ആന്റണി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയുമെന്നും AK ആന്റണി പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.